തറാവീഹ് നിസ്കാരത്തിന്റെ എണ്ണത്തിന്റെ കാര്യത്തിൽ ഒരുപാട് അഭിപ്രായ വ്യത്യാസങ്ങളുള്ള വിദയികളുണ്ട്. ഇന്ന് 8 പാർട്ടികളായി അവർ മാറിയിരിക്കുകയാണ്. എന്നാലും അവര് നിസ്കാരം തറാവീഹ് നിസ്കാരം 8 റക്അത്ത് എന്ന് പറയുന്ന കക്ഷികൾ എവിടെയുണ്ട്? മഹാനായ ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു തആല അൻഹു ആണ് ഈ തറാവീഹ് നിസ്കാരത്തിനെ ഒരുമിച്ച് കൂട്ടി എല്ലാവരും ഒരേ ജമാഅത്തായിട്ട് ഒരു ഇമാമിന്റെ കീഴിൽ, ഒരു പള്ളിയിൽ ഒരു ഇമാമിന്റെ കീഴിലാക്കിയത്. അതിനു മുമ്പുണ്ടായിരുന്നത് കുറച്ച് ആളുകൾ ഒരു ഇമാമിന്റെ പിന്നിൽ, മറ്റു കുറച്ച് ആളുകൾ അതേ പള്ളിയിൽ മറ്റൊരു മൂലയിൽ, ഇങ്ങനെ ഉണ്ടായിരുന്നു. അപ്പൊ ഉമർ റളിയല്ലാഹു അൻഹു ലൗ ജമഅതുഹും അലാ ഇമാമിൻ വാഹിദിൻ ലകാന അംസല, ഇവരെ മുഴുവനും ഞാൻ ഒരു ഇമാമിന്റെ പിന്നിൽ അണിനിർത്തിയാൽ അത് വളരെ നന്നാകുമായും എന്ന് പറഞ്ഞ അദ്ദേഹം എല്ലാവരെയും കൂടി ഒരൊറ്റ ഇമാമായ മഹാനായ ഉബയ്യ് ഇബ്നു കഅബ് റളിയല്ലാഹു അൻഹുവിന്റെ പിന്നിൽ അണിനിരത്തി. ഉബയ്യ് ഇബ്നു കഅബ് റളിയല്ലാഹു തആല അൻഹു നല്ല ഖാരി ആയിരുന്നു. ആ സമയത്ത് അദ്ദേഹം ചോദിച്ചില്ല ഞാൻ എത്ര നിസ്കരിക്കേണ്ടത്. ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു കൊടുത്തില്ല നിങ്ങൾ എത്ര നിസ്കരിക്കേണ്ടത്. എത്ര നിസ്കരിച്ചത്? 20 റക്അത്താണ്. എന്നിട്ട് 3 റക്അത്ത് വിത്റും നിസ്കരിച്ചു. മഹാനായ ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞു നിഅമത്തുൽ ബിദ്അത്തു ഹാദിഹി, ഇത് നല്ല ബിദ്അത്താണ്. ബിദ്അത്ത് നിസ്കാരമല്ല, ആ ഹയ്യത്ത് എല്ലാവരും കൂടി ഒറ്റൊരു ജമാഅത്തിൽ കൂടി എന്നുള്ളത്. അപ്പൊ അവിടെ 20 റക്അത്ത് നിസ്കരിക്കാൻ കാരണം എന്ത്? അത് 2-3 ദിവസം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തറാവീഹ് നിസ്കരിച്ചിരുന്നു. പിന്നെ തങ്ങൾ വീട്ടിൽ തന്നെ നിസ്കരിച്ചു. 2-3 ദിവസം പള്ളിയിൽ വന്നു. അതിൽ കുറെ ആളുകൾ പങ്കെടുത്തിരുന്നു. അവര് മനസ്സിലാക്കിയിട്ടുണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എത്രയാ നിസ്കരിച്ചത് എന്ന്. മഹാനായ അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു സുനനുൽ കുബ്രയിൽ ഇമാം ബൈഹഖി തങ്ങൾ റിവായത്ത് ചെയ്ത ഹദീസാണ്. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറഞ്ഞിട്ടുണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ 20 റക്അത്താണ് തറാവീഹ് നിസ്കരിച്ചിരുന്നത്, പിന്നെ വിത്ർ നിസ്കരിച്ചിരുന്നു എന്ന്. ആ അടിസ്ഥാനത്തിലാണ് സ്വഹാബത്തിന്റെ ഇജ്മാ. ആരും അവിടെ ചോദ്യം ചെയ്തില്ല. പ്രഗത്ഭരായ സ്വഹാബാക്കളൊക്കെ അവിടെയുണ്ട് മഅ്മൂമായിട്ട്. ആരും ചോദ്യം ചെയ്തില്ല. മഹാനായ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു ഒരിക്കൽ ഹജ്ജിന് പോയപ്പോ മിനായിൽ വെച്ച് ളുഹർ 4 റക്അത്ത് നിസ്കരിച്ചപ്പോൾ ആളുകൾ വളഞ്ഞു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സുന്നത്തിനെതിരാണത്. അവിടെ മിനായിൽ ഖസ്റാക്കിയിട്ടാണ് അല്ലാഹുവിന്റെ റസൂൽ നിസ്കരിച്ചിരുന്നത് 2 റക്അത്ത്. എന്തടിസ്ഥാനത്തിലാണ് നിങ്ങൾ 4 റക്അത്ത് നിസ്കരിച്ചെന്ന് ചോദിച്ചില്ലേ? 4 റക്അത്ത് നിസ്കരിച്ച നിസ്കാരം ശരിയാവും, സാധുവാകും, തെറ്റൊന്നുമില്ല, കുറ്റമില്ല. എന്നാലും നബി തങ്ങൾ ചെയ്തതിന് വിരുദ്ധം ചെയ്തപ്പോ ആളുകൾ വളഞ്ഞു. മഹാനായ ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു ഇസ്ലാമിന്റെ ഭരണമേറ്റെടുത്ത് ആദ്യത്തെ നയപ്രസംഗത്തിന്റെ അവസാനത്തിൽ ചോദിച്ചു, ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും അതുപോലെ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹും ചലിച്ച പാതയിലല്ലാതെ അതിന്റെ അണുവളവ് വ്യത്യാസമായി ഞാൻ എന്റെ വക്കിൽ നിന്ന് നിങ്ങൾ എന്തെങ്കിലും കണ്ടാൽ എന്നെ നിങ്ങൾ എന്ത് ചെയ്യും സ്വഹാബാക്കളെ എന്ന് ചോദിച്ചപ്പോ സദസ്സിന്റെ ബാക്കിൽ നിന്ന് മെലിഞ്ഞൊട്ടിയ സാധുവായ ഒരു മനുഷ്യൻ അദ്ദേഹത്തിന്റെ അരയിൽ നിന്നൊരു വാള് ഊരിപ്പിടിച്ച് ഉയർത്തിക്കാട്ടിക്കൊണ്ട് പറയുന്നു, ഉമറെ എന്താ നിങ്ങൾ പറഞ്ഞത്? ഒന്നും കൂടി ആവർത്തിക്കൂ. ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞെന്താ? മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും എന്റെ മുൻഗാമിയായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹും പ്രവർത്തിച്ച് കാണിച്ചു തന്നതിന് വിരുദ്ധമായി എന്റെ വക്കൽ നിന്ന് വല്ലതും കണ്ടാൽ നിങ്ങൾ എന്നെ എന്ത് ചെയ്യുമെന്നാണ് ഞാൻ ചോദിച്ചത് എന്ന് പറഞ്ഞപ്പോ ആ സാധുവായ സ്വഹാബി സദസ്സിന്റെ ബാക്കിൽ നിന്ന് വാൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് പറയുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും അബൂബക്കർ സിദ്ദീഖ് തങ്ങളും കാണിച്ചു തന്നതല്ലാതെ എന്തെങ്കിലും ഒരു പുതിയത് നിങ്ങളെ ഭാഗത്തിൽ നിന്നുണ്ടായാൽ ഈ വാളുകൊണ്ട് നിങ്ങളുടെ പെരടി ഞാൻ വെട്ടുമറേ എന്ന് ഖലീഫാന്റെ മുഖം നോക്കി ധൈര്യസമേതം പറഞ്ഞ ആദർശമാണ് സുന്നത്ത് ജമാഅത്തിന്റെ ആദർശം. ആ സ്വഹാബികൾ അടക്കമുള്ളവരാണ് 20 റക്അത്ത് തറാവീഹ് നിസ്കരിക്കുമ്പോ അവരൊന്നും മിണ്ടിയിലാണോ? 12 റക്അത്ത് കൂട്ടി നിസ്കരിച്ചു എന്നാണോ? എന്നിട്ട് സ്വഹാബാക്കൾ മിണ്ടിയില്ല, സംസാരിച്ചില്ല, ചോദ്യം ചെയ്തില്ല എന്ന് ആർക്കെങ്കിലും വിശ്വസിക്കാൻ സാധിക്കുമോ? അവൻ നബിയും സ്വഹാബാക്കളും ചെയ്ത സുന്നത്ത് ഇന്ന് ചെയ്തു വരുന്ന ആരാണ്? സുന്നത്ത് ജമാഅത്തിന്റെ ആളുകളായ നമ്മളാണ്. ഇനി വെള്ളിയാഴ്ചന്റെ 2 ഖുതുബ, വെള്ളിയാഴ്ച 2 ബാങ്ക്. മഹാനായ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു ഭരണകാലത്താണ് 2 ബാങ്ക് ഉണ്ടായത്. അതിന് മുമ്പ് ഒറ്റ ബാങ്കായിരുന്നു. ഏതെങ്കിലും ഒരു മുജാഹിദിന്റെയോ മൗദൂദിന്റെയോ ഏതെങ്കിലും ഒരു സലഫിന്റെ പള്ളിയിൽ വെള്ളിയാഴ്ച 2 ബാങ്ക് ഉണ്ടോ? ഖുലഫാഉർ റാഷിദീങ്ങളുടെ ശരിയല്ലേ?
അന്ന് ജീവിച്ചിരിക്കുന്ന സ്വഹാബാക്കൾ അംഗീകരിച്ചതല്ലേ? ആരും ചോദ്യം ചെയ്തില്ലല്ലോ. ആ 2 ബാങ്ക് ഇന്നുള്ളത് എവിടെയാണ്? സുന്നത്ത് ജമാഅത്തിന്റെ പള്ളികളിൽ മാത്രമാണ്. അപ്പൊ എവിടെയാണ് സത്യമുള്ളത് എന്ന് നിങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടി മാത്രമാണ് ഞാനിത് വളരെ വ്യക്തമായി നിങ്ങളുടെ മുന്നിൽ വെക്കുന്നത്. നിസ്കാരത്തിന്റെ കൈകെട്ട് നെഞ്ഞിന്റെ താഴെയും പൊക്കിളിന്റെ മീതെയും കെട്ടണമെന്ന് പഠിപ്പിച്ച മഹാനായ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു തൊട്ടുള്ള ഹദീസ്. അത് മാത്രമല്ല വേറെയും ഹദീസുകളുണ്ട്. പക്ഷേ ആ ഒരു സുന്നത്തിലാണ് നമ്മൾ കൈകെട്ടുന്നത്. അതാണ് ശരിയായ സുന്നത്ത്. റസൂലുള്ളാഹി എങ്ങനെ കൈകെട്ടി എന്ന് കണ്ടവരാണ് അവര്, സ്വഹാബത്ത്. അവര് കാണിച്ചു തന്ന മാതൃകയാണ്. ഇന്ന് തോന്നിയിടത്തൊക്കെ കൈകെട്ടുന്നവരാണ് വിദേഹത്തിന്റെ ആളുകൾ. അവർക്ക് തോന്നിയതുപോലെ മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞെന്താ? സുമ്മ ജഅൽനാക അലാ ശരീഅത്തിൻ മിനൽ അംരി ഫത്തബിഅഹാ വലാ തത്തബിഇ സബീലല്ലദീന ലാ യഅലമൂൻ. നബിയേ, പരിശുദ്ധമായ ശരീഅത്തിന്റെ മേൽ തങ്ങളെ നാം നിർത്തിയിരിക്കുന്നു, അതിനെ തങ്ങൾ പിൻപറ്റണം. വലാ തത്തബിഇ സബീലല്ലദീന ലാ യഅലമൂൻ. വിവരമില്ലാത്തവർ പലതും ഇവിടെ പറയും, അവര് പലതും ഇവിടെ കൊണ്ടുവരും, അതിനോട് തങ്ങൾ പിൻപറ്റി പോകരുത് എന്ന് വളരെ അല്ലാഹു സുബ്ഹാനഹു വ തആല ശക്തമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് മുന്നറിയിപ്പ് നൽകി. ആ ആദർശത്തിന്റെ ഉടമകളാണ് നമ്മളെ. അതിങ്ങനെ കാബിറായി 1920 വരെ 21 വരെ നമ്മുടെ കേരളക്കരയിലും ഒരു വ്യത്യാസവുമില്ലാതെ, അഭിപ്രായ വ്യത്യാസമില്ലാതെ അങ്ങനെ തന്നെ പോന്നു. പെണ്ണുങ്ങൾക്ക് പള്ളിയിൽ പോകുന്ന ഒരു അവസരം ഉണ്ടായിരുന്നില്ല, ഖുത്ബ മലയാളത്തിലുള്ള സമ്പ്രദായം ഉണ്ടായിരുന്നില്ല. ഇങ്ങനെ എല്ലാ സുന്നത്ത് ജമാഅത്തിൽ ഇന്ന് നിലനിൽക്കുന്ന കാര്യങ്ങളും ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മുതൽ കാണിച്ചു തന്നതാണ്. അതങ്ങനെ തന്നെ നിലനിന്നിരുന്നു. 1920 ശേഷമാണ് ഈ പുതിയ ചിന്താഗതിക്കാർ ഇവിടെ വന്നത്. അതിനെ പ്രതിരോധിക്കാൻ വേണ്ടിയാണ് സമസ്ത കേരള ജമിയത്തുൽ ഉലമ എന്ന് പറയുന്ന സംഘടന ഇവിടെ രൂപീകരിക്കപ്പെട്ടത്. ആ സംഘടനയിൽ എല്ലാവരും ഉറച്ചു നിൽക്കുകയും അതിന്റെ 100ാം വാർഷികം ഒരു വമ്പിച്ച ഒരു സമ്മേളനമായി മാറ്റുകയും ചെയ്യണമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട്